പോകുമ്പോ മകനായ ഇസ്മായിൽ നബി പറഞ്ഞില്ല ഉപ്പാ, അളക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ ഇബ്രാഹിം നബിയോട് മകനായ ഇസ്മായിൽ നബി പറഞ്ഞത് ചരിത്രമല്ലേ? കരുത്തറക്കാൻ പോകുമ്പോ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ കൈയും കാലും നന്നായിട്ട് നിങ്ങൾ കെട്ടിമുറുക്കണം, എന്നിട്ടല്ലാതെ നിങ്ങൾ എന്റെ കരുത്തറക്കരുത്. കാരണം നിങ്ങൾ കരുത്തിലോട്ട് കത്തിവെക്കുമ്പോ ആ സമയത്തിന്റെ ശരീരത്തിന് വേദനയുണ്ടാകുമ്പോ കൈകാലിട്ടടിച്ചിട്ട് ഞാൻ കിടന്നിട്ട് പടയുമ്പോ ഉപ്പാ, നിങ്ങളുടെ മനസ്സ് ചഞ്ചലമായേക്കാം. അതുകൊണ്ട് ആ സമയത്തിന്റെ കൈകാലിട്ടടിച്ചിട്ട് പൊന്നുമകൻ മുമ്പിൽ കിടന്ന് പടയുമ്പോ ആ സമയത്ത് മനസ്സിന് കാരുണ്യം വന്നിട്ട് അള്ളാന്റെ തീരുമാനം തെറ്റിക്കണ്ട ഉപ്പാ, എന്റെ കൈകാലുകളെ കെട്ടിയിട്ടല്ലാതെ അറുക്കരുത്. രണ്ടാമത് പറഞ്ഞതെന്തെന്നറിയോ? ഉപ്പ, എന്നെ അറുക്കുമ്പോൾ കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കാവൂ. നിങ്ങൾ കത്തിയെടുത്തിട്ട് എന്റെ കരുത്തിലോട്ട് വെക്കുമ്പോ ആ സമയത്തിന്റെ മുഖത്ത് പുഞ്ചിരി കണ്ട, എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകനല്ലേ, എത്രയോ നാള് കാത്തിരുന്നിട്ട് കിട്ടിയ പൊന്മണിയല്ലേ, എന്റെ മുഖം കണ്ട ഉപ്പ, നിങ്ങൾക്ക് കത്തിയിൽ പിടുത്തം മുറുകില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തണേ, എന്റെ മുഖത്തോട്ട് നോക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കത്തിയുടെ പിടിയിൽ നിന്നിട്ട് മകൻ പറഞ്ഞ വാക്കാ. മൂന്നാമത് പറഞ്ഞിരുന്ന ഉപ്പ, എന്റെ കരുത്തറത്ത് കഴിഞ്ഞ എന്റെ ചോര, എന്റെ രക്തം എന്റെ ശരീരത്തിലൂടെ തടം തല്ലിയാതൊടുകുമ്പോ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണിക്കല്ല ഉപ്പ. ഒരു മകന്റെ അവസാനത്തെ പറച്ചിലാണ് എന്റെ പ്രിയപ്പെട്ട പ്രവാസിമാരുടെ ഭാര്യമാരോട്. ആരുമില്ലാതെ, സ്വന്തം ഭർത്താവില്ലാതെ സ്വന്തം മകനെ മാറോടച്ചു നേർത്തിട്ട് ഒരൊറ്റ തെറ്റിലോട്ട് പോകാത്ത ഉമ്മയ്ക്ക് കിട്ടിയ പ്രതിഫലം എന്താ? ആ മകൻ പറഞ്ഞ്, എന്റെ ചോരപുരന്റെ കുപ്പായം എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കാണിക്കരുത്. അവസാനം ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ ഉമ്മയോട് എന്റെ ഒരു സലാം പറയണേ, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കരുത്ത് വെച്ച് കൊടുത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഗൾഫിൽ നിന്ന് വരുന്ന പെട്രോളിന്റെ ഉച്ചിട്ടം മുഴുവനും വീട്ടിലേക്ക് വന്ന് കുവിഞ്ഞുകൂടിയപ്പോ ആ സാമ്പത്തിക മുഴുവനും ജീവിതത്തിലോട്ട് കടന്നു പോകുമ്പോ പാതിരാ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിന്റെ മണലാരണ്യത്തിൽ കിടന്ന് അവൻ കിടന്ന് പൈസ ഉണ്ടാക്കുമ്പോ അവൻ കിടന്നിറങ്ങുന്നത് ഈത്തപ്പരപ്പം കൊണ്ടുവന്ന കാർട്ടൂണിന്റെ പുറകിലാ. ഈ വിനീതൻ അബുദാബിയിൽ പ്രവാസനത്തിന് പോകുമ്പോ മലപ്പുറം ജില്ലയിലെ കുറെ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, സാറേ, യൂട്യൂബിൽ പ്രസംഗം കേട്ട് പരിചയമേ ഉള്ളൂ, ഞങ്ങളുടെ റൂമിലേക്കൊന്ന് വരണേ. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം ഞാൻ അവരുടെ റൂമിലോട്ട് പോയി. കാണുന്ന കാഴ്ച എന്താ സുബ്ഹാനല്ലാഹ്, ഇവിടെ വരുമ്പോഴല്ലേ നല്ല വസ്ത്രമുള്ളൂ, ഇവിടെ വരുമ്പോഴല്ലേ നല്ല വേഷവിധാനമുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്തിട്ട് വൈകുന്നേരം വല്ലാത്ത രണ്ടായതുകൊണ്ട് റൂമിൽ 8 തട്ടിലുള്ള കസേര ഇട്ടിട്ട് അതിന്റെ മുകളിൽ മത്തിയടുക്കി വെച്ചതുപോലെ കിടക്കുന്ന പ്രവാസിയുടെ ജീവിതം വല്ലാതെ ഘട്ടമാണ്. എങ്ങനെയാ പെങ്ങളെ ഈ ഭർത്താവിനെ വഞ്ചിക്കാൻ തോന്നിയത്? എങ്ങനെയാണ് അവനെ ചതിക്കാൻ തോന്നിയത്? എങ്ങനെയാണ് അവനെ മാനത്തായിട്ട് ഇവിടുത്തെ കിടപ്പറയിൽ എങ്ങനെയാ പാതിരാത്രിയിൽ വേറൊരുത്തനെ വിളിച്ചു വരുത്താൻ തോന്നിയത്? എന്തിനാണ് പാതിരാത്രിയിൽ ചൂടും അനുഭവിക്കാൻ തോന്നിയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രവാസികളോട് ചോദിച്ചാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പ്രവാസികളില്ല. പാതിരാ സമയത്ത് ജോലി കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ഉണക്ക കുപ്പൂസ് പോകുന്ന വഴിയിൽ കടിച്ചുകൊണ്ട് വായുന്ന രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്ന പ്രവാസിക്ക് 3 നേരം ഭക്ഷണമില്ല. നമുക്കാണ് 3 നേരം ഭക്ഷണമുള്ളത്. രണ്ട് നേരം പ്രവാസി ഭക്ഷണം കഴിക്കുമ്പോ പാതിരാ സമയത്ത് കാർട്ടൂണിന്റെ മുകളിൽ കിടന്നിറങ്ങിയിട്ട് ആപങ്ങള് മാസാമാസം നിനക്ക് വേണ്ടിയുള്ള പൈസ അയച്ചു തരുന്നത്. ആ പൈസ വാങ്ങിച്ചിട്ട് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് പാതിരാ സമയത്ത് രഹസ്യകാമകരമായി കാതോരം ചേർത്ത് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഹാജർ ഗുണപാഠമാകുമോ? ഹാജർ കഥാപാത്രമാകുമോ? ഹാജർ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭവത്തിന്റെ വേദ്യമാകുമോ? എന്നാൽ അള്ളാഹു നിനക്ക് കൺകുളിർമേകുന്ന മക്കളെ തരിക, കൺകുളിർമേകുന്ന ഭർത്താവിനെ തരിക. ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരം
ശരീരത്തെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ഹുദൂദുകളെ സൂക്ഷിക്കുന്ന പെണ്ണിനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള സ്ത്രീകളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആരാണ് സാലിഹാത്താര? ആരാണ് സാലിഹാത്താര? സാലിഹത്തായ പെണ്ണാര? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആരാ സാലിഹത്താര? ഖുർആൻ തന്നെ പറയട്ടെ. എന്റെ വാക്കല്ല, എന്റെ വാക്കല്ല, എന്റെ വാക്കല്ല. فالصالحات قانتات حافظات للغيب بما حفظ الله. സാലിഹത്തായ പെണ്ണാര? കാനിതാത്തുൻ, എന്റെ ഭർത്താവ് ചാരത്തുള്ളപ്പോൾ അവനെ അനുസരിക്കുന്നവൾ. സാലിഹത്താര? അള്ള പറയുകയാണ് സാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ അള്ളാഹു നല്ല ഒരു പുതിയ ചിന്തയ്ക്ക് അള്ളാഹു വഴിതെളിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറയും മനുഷ്യന്മാരെ. ഉറക്കെ ഇതെന്തിട്ട് മനുഷ്യന്മാരെ, ഇത് ഇത്രയും പേര് കൂടിയിട്ട് 10,000-30,000 ആളുകൾ കൂടിയിട്ടുണ്ട്. ഇത്രയും പേര് പറഞ്ഞാൽ ഇത്ര ആമീനേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അവസാന 10 സലാത്ത് കൊല്ലണം. 30,000 ആളുകൾ 10 സലാത്ത് ഇല്ല, 3 ലക്ഷം സലാത്തായി. 3 ലക്ഷം സലാത്ത് ചൊല്ലിയിട്ട് ഈ സദസ്സിൽ ദുആ എന്നിട്ട് വേണം നമുക്ക് പിരിയാൻ. അതൊക്കെ വളരെ അപൂർവമായിട്ടേ കിട്ടും, വളരെ അപൂർവം. ഇന്ന് കിട്ടും, നാളെയും കിട്ടും. ഇൻഷാ അല്ലാഹ് നാളെയും കിട്ടും. നാളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് ബാക്കവിയാണ് വന്നത്. ഇൻഷാ അല്ലാഹ് നാളെയും കിട്ടും, നാളെ കഴിഞ്ഞ് കിട്ടില്ല. അള്ളാഹു ഈ കിട്ടുന്ന ഭാഗ്യം കൈവെള്ളയിൽ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഫസാലിഹാത്തു? ഫസാലിഹാത്തു യഥാർത്ഥ പെണ്ണാരാ? ഇനി ഞാൻ പറയുന്നത് പ്രവാസിയുടെ ഭാര്യമാർ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറെ കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുക. അവസാനം പ്രവാസിയുടെ പെണ്ണ്, ലോകത്തെല്ലാവരും അപരാധം പറയുന്ന ആരെ കുറിച്ചാണ്? ഏറ്റവും കൂടുതൽ അപവാദം ഉണ്ടാകുന്ന ആരെ കുറിച്ചാണ്? പ്രവാസിയുടെ ഭാര്യയെ കുറിച്ച്. ഏറ്റവും കൂടുതൽ അപവാദം ഉണ്ടാകുന്ന ആരെ കുറിച്ചാണ്? പ്രവാസിയുടെ ഭാര്യ. ആരും അപവാദം ഉണ്ടാക്കും? ആരും. ഈ അടുത്ത സമയത്ത് ഒരു തലാഖിന്റെ കേസ് വന്നു. എന്താ തലാഖ് കേസ് എന്നറിയോ? ഒരു ഗൾഫുകാരന്റെ ഭാര്യ, അവര് തന്നെയുള്ള വീട്ടില്. അപ്പൊ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു വയസ്സായ ഒരു തള്ള വല്ലപ്പോഴും അവിടെ മണ്ണെണ്ണ മേടിക്കാൻ വരും, അരി മേടിക്കാൻ വരും, ഗോതമ്പ് മേടിക്കാൻ വരും. ഇവര് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അവര് രാവിലെ വീട്ടിൽ വന്നപ്പോ അവര് കണ്ടത് മുറ്റത്തൊരു ബീഡിക്കുറ്റി കിടക്കും. ഇടക്കമെങ്കിൽ തലാഖ് വന്ന കേസാണ്. തലാഖ് സംഭവിച്ചു. ബീഡിക്കുറ്റി കിടക്കും. അവർക്ക് പറയാൻ അടയാളമായി. അവര് നേരെ ഈ പെണ്ണിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ആരോ രാത്രിയൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്, വീട്ടിലും ബീഡിക്കുറ്റി കിടക്കും. എക്സാമ്പിൾ അല്ലേ, നടന്ന സംഭവം. ഭർത്താവ് കേട്ട മാത്രമേ തന്നെ ഫോൺ എടുത്തിട്ട് വിളിച്ച് നിന്നെ 3 തലാഖും ചെയ്തു. കാരണം നിന്റെ മുറ്റത്ത് ബീഡിക്കുറ്റിയില്ലേ. 3 തലാഖും ചൊല്ലി. ഈ പെണ്ണിന് പെണ്ണ് തന്നെയാണല്ലോ. ഒരു പെണ്ണ് ഒന്നിച്ചു നിൽക്കില്ല. ഏറ്റവും ഒരു പെണ്ണിന് ശത്രുവാരായിരിക്കും? ഒന്നിച്ചു നിൽക്കുന്ന ശീലത്തഴപ്പമേ പെണ്ണെന്ന ജാതിക്കു തീരെയില്ല. പൊൻകുന്നം വർക്കി പാടിയിട്ടുണ്ട്. പൊൻകുന്നം വർക്കി കൊണ്ട് പെണ്ണിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഒന്നിച്ചു നിൽക്കുന്ന ശീലപ്പഴക്കമേ പെണ്ണെന്ന ജാതിക്ക് തീരെയില്ല. ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു ശേഷം പെണ്ണെന്ന് പറയുന്ന ജാതിക്ക് വളരെ കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ അവസാനം തലാഖായി. തലാഖ് സംഭവിച്ച വലിയ വിഷയമായി. പള്ളി കമ്മിറ്റിയിൽ വിഷയമെത്തി. അവസാനം അന്വേഷിക്കുമ്പോഴാണ് വിവരം അറിയുന്നത് ബീഡിക്കുറ്റി എവിടെ നിന്ന് വന്നതാ. തലേ ദിവസം അവിടെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എഴുതാൻ വേണ്ടി വന്നവൻ അവ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എഴുതിട്ട് ബീഡി കുറ്റിട്ട് അവിടെ ഇട്ടു. അത് അവസാനം ഈ പെണ്ണിന്റെ തലാഖിൽ സംഭവിച്ചു. അപവാദങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രവാസിയുടെ ഭാര്യയെ കുറിച്ച്, ദുഷ്പ്രചരണം ഉണ്ടാകുന്ന പ്രവാസിയുടെ ഭാര്യയെ കുറിച്ച്. ഇവിടെ ഞാൻ പറയുന്നത്, ഒരു പ്രവാസിയുടെ ഭാര്യ അവളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സാലിഹാത്ത് സാലിഹത്തായ പെണ്ണാരാ? ഖാലിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഖാലിതാത്തുന്നവൾ ഭർത്താവ് കൂടെയുള്ളപ്പോൾ വല്ലാതെ സ്നേഹം പകർന്നു കൊടുക്കുന്നവൾ. ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ആ ഭർത്താവിന്റെ അഭാവത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഏതൊക്കെയാണോ അതിനെ കാര്യമായി സൂക്ഷിക്കുന്നവളാണ് സാലിഹത്തെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് അടുത്തുള്ളപ്പോൾ അവനോട് സ്നേഹത്തോടെ പെരുമാറുക. ഭർത്താവ് അടുത്തില്ലാത്തപ്പോൾ ഭർത്താവിന്റെ അഭാവത്തിൽ അവൻ സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിക്കുക. അതിനെന്ത് ചെയ്യണമെന്നറിയോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളിന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന إلا لبعولتهن أو آباء بعولتهن أو أبناء بعولتهن أو بني إخوانهن أو بني أخواتهن أو نسائهن. വളരെ ശ്രദ്ധിച്ച് ഈ ആയത്ത് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച്. ഇങ്ങോട്ട് നോക്കി, ഇവിടെ നോക്ക്. ഇതിപ്പോ പെണ്ണ് മാത്രം കേൾക്കേണ്ടതില്ല, ഇത് ആണും കേൾക്കേണ്ടതാണ്. ഇത് പെണ്ണ് മാത്രം കേൾക്കേണ്ടതില്ല, പെണ്ണ് മാത്രം കേട്ടിട്ട് കാര്യമുണ്ട്. ഇത് പ്രവാസിയുടെ ഭാര്യയെ കുറിച്ച് ഇപ്പൊ ഞങ്ങള് കേൾക്കേണ്ടതാണെങ്കിൽ ഇത് കേൾക്കേണ്ടതാരാ? ആണാണ് കേൾക്കേണ്ടത്. എന്താ ബോധമില്ലാത്തതെന്താ? ആരെ ഏൽപ്പിച്ചു കൊടുക്കുക? ആർക്കും നിന്റെ വീട്ടിൽ വരാം, ആർക്കും കയറിപ്പോകാം, ആർക്കും ബോധമില്ലാതായി പോയി. ചെറുപ്പക്കാർക്ക്, ഗൾഫുകാരുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. അവൻ ഭാര്യയുമായിട്ടുള്ള സഹവാസത്തിന് മറ്റുള്ളവർക്ക് അതിർവരമ്പ് വെച്ചില്ല. അത് അവന്റെ ഭാഗത്തെ തെറ്റ്. അതും കൂടെ പറയണ്ടേ? ഇപ്പൊ ആരായാലും ഉത്തരവാദി? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കുട്ടിക്ക് പനി പിടിച്ചു. ഭാര്യ നേരെ ഭർത്താവിനെ വിളിച്ചു. പിന്നെ മോക്കുമല്ലാത്ത പനി, പെട്ടെന്ന് കൂടെ വരണം കേട്ടാ. എനിക്ക് സമയമില്ല, എനിക്കിവിടെ പാർട്ടിയുടെ യോഗം നടക്കണം, അവിടെ സെൻട്രൽ കമ്മിറ്റി പോകണം, എനിക്കിവിടെ അതിന് പോകണം, എനിക്ക് സമയമില്ല. കുട്ടിക്ക് വല്ലാതെ പനിയടിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ അവനെ സുധീറിനെ വിളിച്ചു പറയാം, അവൻ ഓട്ടോ വിളിച്ചോട്ട് നോക്കൂ. എന്നാ വിളിച്ചു പറയും, അല്ല എനിക്ക് വിളിക്കാൻ സമയമില്ല, ഇവിടെ പാർട്ടിയുടെ മീറ്റിംഗ് കൂടെ. നീ ഒരു കാര്യം ചെയ്യും, അവനെ വിളിക്കും. അങ്ങനെ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ എടുത്തിട്ട് സുധീറിനെ വിളിച്ചു. 94474530. സുധീർ വിളിച്ചു, മോനെ സുധീർ എന്താണ്? കുട്ടിക്ക് വല്ലാത്ത, നന്നായിട്ട് കേൾക്കണേ. എന്നിട്ട് ഈ ആയത്ത് കേൾക്കണം, എന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം കേൾക്കണം. പുരുഷന്മാര് ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാരും കേൾക്കും. അള്ളാഹു കബൂലാക്കട്ടെ. ഭാര്യമാരുള്ളവര് കേൾക്കും. കല്യാണം കഴിക്കാത്തവര് കേൾക്കണല്ലേ? പറഞ്ഞു ഉറപ്പിച്ച് വെച്ചിരിക്കല്ലേ? എന്റെ ഒരു ദിവസം മാറി റീചാർജ് ചെയ്യണം, പറഞ്ഞു വെച്ചേക്കണല്ലേ? ഏതായാലും എന്റെ പ്രിയപ്പെട്ട എന്റെ പൊന്നു മക്കളെ കേൾക്കി. ഇത് കേട്ടിട്ട് അടുത്ത ആയത്ത് ഖുർആന്റെ മാനസിക വശം എന്താണെന്ന് ചിന്തിക്കും. എന്നിട്ട് അങ്ങന്മാരൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമ വഹിക്കുകയാണ്, കാലൊന്നും വയ്യാതിരിക്കുക. യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഒരു മാസത്തെ ഷെഡ്യൂൾ മാറ്റുന്നത്. ഞാൻ എനിക്കാണ് അബുദാബി പോകേണ്ട ആളാണ്. അറിയാതെ കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനം തരട്ടെ. മാതിരി വിളിയാ വിളി. അൻവരി എന്ത് ഇവിടെ പോയാ? അൻവരി അമീത് മാഷ് എന്ന നിലത്ത് വിളിച്ചിട്ട് ഈ പരിപാടി ബുക്ക് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആദ്യമായി നേരിട്ട് കാണാതെ ഫോണിൽ കൂടെ കൊടുക്കുന്ന ഡേറ്റ് ആണ്. ഇന്നൊരു സംഘാടന ഒരു 6-7 മാസം മുമ്പ് എന്തോ എന്ന് പറയുമ്പോ മദ്രസയുടെ വാർഷികം നോക്കാൻ കൊടുത്തു. ഓടി ചെന്നിട്ട് കുട്ടികളാ, നിങ്ങൾ ധൈര്യമായിട്ട് കുട്ടിയെ കൊടുത്തിട്ട് വന്നാൽ മതി. കുട്ടിയെ കയ്യിൽ മേടിക്കും. അവർ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി നേരെ വന്ന് ഓട്ടോയിൽ കയറുമ്പോൾ ഇത് ഉത്തരവിട്ടായി കയറിക്കോളി, ഞാൻ കുട്ടിയെ പിടിച്ചോളൂ. ഓട്ടോയിൽ കയറിയിരുന്നു. അവൻ കയ്യിൽ കൊണ്ട് മടിയിൽ വെച്ച് കൊടുത്ത് ഓട്ടോ സ്റ്റാർട്ടാക്കി. മാതിരി പോക്കാൻ പോകണം, 3 വീലേ ഉള്ളെങ്കിലും മാതിരി പോക്ക. ധാരാളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ അള്ളാഹു പുറത്തൊക്കെ അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അവസാനം പോണ വഴിയിൽ ഇവനിരുന്നിട്ട് വല്ലാത്ത ചരിത്രത്തെ എപ്പോഴാണ് പനി ഉണ്ടായത്? അത് മോനെ 2 മാസം കടം പറഞ്ഞില്ലേ? അതെങ്കിലും മൂപ്പിലാനും വല്ലാത്ത തിരക്കലട കൂട്ടാൻ പോകാൻ പറ്റിയില്ല. അത് സൂക്ഷിക്കണേ, നന്നായിട്ട് ചൂടുവെള്ളം കൊടുക്കണം, കൊതുകിനൊന്നും വളർത്തരുത് കേട്ടോ, ചിരട്ടമേ വെള്ളം ഉണ്ടോ നോക്കണം. ഇവന് നന്നായിട്ട് ആചാരമായിട്ട് സംസാരിക്കും. താഴെ ഭാര്യ കേട്ടിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അവസാനം ഹോസ്പിറ്റലിന് മുമ്പിലെത്തി
പോയി കുട്ടി ഇവൻ തന്നെ താങ്ങിയെടുക്കും. ചെറുപ്പം പോയി OP ടിക്കറ്റ് എടുത്തോളി. OP-യിൽ വല്ലാത്ത തിരക്ക്. നിങ്ങൾ പോയി അവിടെ ഇരുന്നോട്ടെ, ഞാൻ എടുത്തോരല്ലോ. പോയി OP ടിക്കറ്റ് എടുത്തോണ്ട് അത് കൈ കൊടുത്ത് ഡോക്ടറെ കാണുന്നവരെ ഡോക്ടറിന് വല്ലാത്ത ക്യൂ. പനിയുടെ സീസണാണ്, വല്ലാത്ത ക്യൂ. കുട്ടി ഇരുന്നിട്ട് കരയാൻ തുടങ്ങും. ആ സമയത്ത് കുട്ടിയെ ഇവൻ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ നോക്കിക്കോളോ, ഇത്തവണ ശ്രമിച്ചോളി. അവൻ കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ട് രാരാരോ 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 ഇച്ച് താരാട്ടൊക്കെ പാട്ടി കുട്ടി ഉറച്ചു. അവനറിയാം ഇപ്പൊ കുട്ടി ഉറക്കിയ നാളെ തള്ളി കൈ കണ്ടു ഓർത്തത്. എന്താ അതാ ഞാൻ പറയും, പ്രവാസിയുടെ ഭാര്യ എന്ന് പറയും, വിഷയം പറയുമ്പോ അവര് നന്നായിട്ട് കാര്യത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. അമ്മാതിരി എത്രയോ കാര്യം. ആരാണ് ഇതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത്? അവസാനം ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിയെടുത്ത് കൊണ്ടുവന്ന് ഇരുത്തി, അവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് കൊണ്ടിട്ട ഗുളിക ഇത്ര സമയം, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ മരുന്ന് കൊടുക്കണേ. ഇതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു കൊടുക്കണം കേട്ടോ, ടെമ്പറേച്ചർ കൂടാതെ നോക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ ഇറങ്ങാൻ നേരത്ത് പറയും, ഇനി എങ്ങാനും ഒന്നുകൂടി ആശുപത്രി പോകണമെങ്കിൽ എന്നെ തന്നെ വിളിച്ചാൽ മതി, 9447453660. അവിടെ നിന്ന് തുടങ്ങി. അപ്പൊ ഈ പെണ്ണിന്റെ ആലോചന എന്താ? അള്ളാഹുവേ, എന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് അയാൾക്ക് വരാൻ കഴിയുന്നില്ല. ഈ പാവപ്പെട്ട ഓട്ടോക്കാരൻ എന്തൊരു സ്നേഹമാ, ഇവന്റെ ഭാര്യ എത്ര സൗഭാഗ്യവതിയായിരിക്കും. ആ പെൺകുട്ടി ന്യായമായിട്ട് ചിന്തിക്കില്ലേ ഞങ്ങളെ? ന്യായമായിട്ട് ആ പെണ്ണിന്റെ മനസ്സിൽ എന്തുണ്ടാവും? അള്ളാഹു, ഇവന്റെ ഭാര്യ എന്തൊരു ഭാഗ്യവതിയ. ഇപ്പൊ ഞാൻ ഈ ഭാര്യമാരോടുള്ള സ്നേഹത്തെ കുറിച്ച് വാക്ക് പറയുമ്പോ കേൾക്കണ പെണ്ണുങ്ങൾ ചിന്തിക്കും, പടച്ചോനെ അവർക്ക് ഒരു വാക്കവിടെ ഭാര്യ എന്ത് ഭാഗ്യവതി, ഇമാതിരി സ്നേഹം കിട്ടണ സാധനമല്ലേ. അവരോട് നേരിട്ട് വയ്ക്കുമ്പോഴല്ലേ കളി മനസ്സിലാവും. ഇപ്പൊ ആ പെണ്ണ് ചിന്തിക്കണ എന്താ, ഇവന്റെ ഭാര്യ എത്രയും സുഖവതിയായിരിക്കും. ന്യായമായ ആ ബന്ധത്തിന് തുടക്കമുണ്ടായാൽ അതിന്റെ അർത്ഥം എന്താ? ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്താ? ആരാ ഇതിന്റെ ഉടമസ്ഥനാരാ? ഇതിലാരെയാ കുറ്റം പറയേണ്ടത്? ആരെയാ കുറ്റം പറയേണ്ടത്? SSLC പഠിക്കുന്ന മകളെ ഒരു റൂമിൽ കൊണ്ടുപോയി ട്യൂഷൻ സാറിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അടുക്കളയിൽ പോയി ഉമ്മയെ ആരെയാണ് കുറ്റം പറയേണ്ടത്? ട്യൂഷൻ സാറിന്റെ കൂടെ മോള് പോയി, ആരെയാ പറയേണ്ടത്? ഒരു റൂമിലാക്കിയിട്ട് മാറി. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, കുടുംബനാഥന്മാരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ സിദാലുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ മക്കളെ എല്ലാവരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചു കൊള്ളണേ. ഒരു ഭർത്താവിന്റെ കടമയാണ് അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും അവര് നാളെ നരകത്തിന്റെ കത്തിക്കാളുന്ന തീരെ പോയി പെടാതിരിക്കാൻ സത്യവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കണേ നായ തുടങ്ങിയപ്പോ ആ സമയത്ത് ഒരു സാബി ബോധങ്ങൾക്ക് താഴെ വീണു. ഒരു സാബി ആയത്ത് കേട്ടിട്ട് ബോധം കെട്ട് താഴെ വീണു. നിന്റെയും നിന്റെ ഭാര്യമാരെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ നായ തുടങ്ങുമ്പോ ഈ ആയത്ത് കേട്ടൊരു സാബിക്ക് ബോധരഹിതനായി. ആ സാബി ബോധം കെട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീണു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ചെന്നിട്ട് ഈ ആയത്ത് കേട്ട് ബോധം കെട്ട് താഴെ വീണ സഹാബിയുടെ നെഞ്ചിലേക്ക് തന്റെ റിസാലത്തിന്റെ 2 കരങ്ങൾ എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ആ സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ആ മനുഷ്യനവിടെ പ്രചാരമയ്യത്ത ആ സഹാബി അവിടെ മരണപ്പെട്ടു പോയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല? ഭാര്യ ഏത് വഴിക്ക് പോയാലും പ്രശ്നമില്ല, മക്കളേത് വഴിക്ക് പോയാലും പ്രശ്നമില്ല. അവനവന്റെ കാര്യങ്ങളുമായി ലോകത്തോടെ നടന്നു പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയും നരകത്തിലോട്ട് തള്ളിവിടല്ലേ എന്നായത്ത് കേട്ടപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീണു. ആ വീഴ്ചയിൽ മരിച്ചുപോയി സഹാബത്തേക്ക് ഹാർട്ട് അറ്റാക്ക് അന്നുകൊണ്ട്. അന്ന് സഹാബത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നത് ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കണം ഇമാതിരി കോടിയിറച്ചു നിന്നിട്ട്. 2 തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് എന്തായിരുന്നു?
ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീണു. നബി തങ്ങൾ പോയി തന്റെ കൈ ചിന്തിക്കും മനുഷ്യന്മാരെ കൽവിലോട്ട് ഇറക്കി ഈ കുടുംബ ജീവിതത്തിനൊരു മാറ്റം വരുത്തി, ഈ ലോകത്തിന്റെ ഈ തിന്മക്കൊരു മാറ്റം വരുത്തി. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വീടുകളെ ഇസ്ലാമികമാക്കി മാറ്റി. നമ്മുടെ ഭാര്യയെ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കുകയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ സഹാബി മരണപ്പെട്ടു പോയി. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ആയത്ത് കേട്ടിട്ട് ചിന്തയില്ലാവോ? ഉണ്ടാവും. നമുക്കൊരു ആയത്ത് കേട്ടിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ? അതുകൊണ്ട് ആദ്യമായി നിന്റെ ഭാര്യയെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ട ജോലി ഒരു ഭർത്താവിനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ നമ്മുടെ ഭാര്യമാരും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു സഹവാസത്തിന് പരിമിതി വെക്കണം. ഒരു ഭാര്യ, ഒരു പെണ്ണ്, അവൾ ആരോടൊക്കെ സഹവസിക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാ, ഇല്ലാലി ബുറൗലത്തിഹിന്ന, അവളുടെ ഭർത്താവിന്റെ മുന്നിൽ മുഖവും മുൻകൈയും അവൾക്ക് പ്രദർശിപ്പിക്കാൻ കുഴപ്പമില്ല. ഇല്ലാലി ബുറൗലത്തിഹിന്ന, അവളുടെ ഭർത്താവിന്റെ അടുക്കൽ കുഴപ്പമില്ല. അവളുടെ ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കൽ കുഴപ്പമില്ല. പക്ഷേ കാലം ഇന്ന് മാറി. സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ വാതിന് വരുമ്പോ ഒരു സഹോദരി എന്റെ കയ്യിൽ കത്തെഴുതിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. എന്താ എഴുതിയതെന്നറിയോ? ഉസ്താദേ, എന്റെ ഭർത്താവിന്റെ ഉപ്പാക്ക് എന്നെ മരുമകളായി കാണാനല്ല, എന്നെ ഭാര്യയായി കാണാനാണ് താല്പര്യം. ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്നത് എന്റെ ഭർത്താവിന്റെ പിതാവിൽ നിന്ന് രക്ഷ നേടാനാ. ആർക്കും ഒരു പ്രശ്നമുണ്ടായി പോകരുത്. ആ പെൺകുട്ടി എഴുതി, അദ്ദേഹം ഹജ്ജ് ചെയ്ത ആളാ, അദ്ദേഹം ഉംറ ചെയ്ത ആളാ, അയാൾ നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ആളാ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണം. എന്റെ ഭർത്താവിനൊരു മനസ്സുണ്ടായിട്ട് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ മനസ്സുണ്ടാകണം, അതിന് സാമ്പത്തികം ഉണ്ടാകണം. ദുആ ചെയ്യണമേ എന്ന് എന്റെ കയ്യിൽ വെള്ളക്കടലാസിൽ എഴുതി തന്നടാ. ഈ മലപ്പുറം ജില്ലയിൽ വേദിന് വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പ്രായബുദ്ധിയായ പെണ്ണിന് പാതിരാ സമയത്ത് വാതിൽ കുറ്റിയിടാതെ കിടന്നിറങ്ങാൻ പേടിയാ. അവള് പേടിക്കുന്നതാരെയാ? അയൽവക്കക്കാരൻ കല്ല് കച്ചവടക്കാരനായതുകൊണ്ടല്ല, അയൽക്കച്ചവടക്കാരൻ അബ്കാരി കോൺട്രാക്ടർ ആയതുകൊണ്ടല്ല, അവളുടെ അയൽക്കാരൻ ഏതെങ്കിലും പെൺവാണിഭ കേസിലെ പ്രതിയായതുകൊണ്ടല്ല. അവൾ ആരെയാ പേടിക്കുന്നതെന്നറിയോ? ഈ മലയാള മണ്ണില് പ്രായബുദ്ധിയായ പെണ്ണിന് പാതിരാ സമയത്ത് വാതിൽ കുറ്റിയിടാതെ കിടന്നിറങ്ങാൻ പേടിയാ. അടുത്ത റൂമിൽ കിടക്കുന്ന വാപ്പയെ പേടിച്ചിട്ട് ഒരു പെണ്ണിന് ഇപ്പോഴത്തെ റൂമിൽ കിടന്നിറങ്ങാൻ കഴിയില്ല. സഹോദരങ്ങളെ, എന്തോരവസ്ഥയാണിത്! കേരളത്തിൽ 173 പെൺകുട്ടികളാണ് സ്വന്തം പിതാവിനാൽ ഗർഭിണികളാക്കപ്പെട്ട് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയിലേക്ക് ലോകം കടന്നു പോകുമ്പോ അള്ളാന്റെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാ, നിന്റെ സഹവാസം, നിന്റെ സഹചാരം, അതിന് നിയന്ത്രണം ഉണ്ടാകണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം തരട്ടെ. എറണാകുളം പറവൂർ പെൺവാണിഭ കേസിലെ 1-ാം പ്രതിയാരാ? അബ്കാരി കോൺട്രാക്ടറല്ല. ആ കുഞ്ഞുമോൾക്ക് ജന്മം കൊടുത്ത അവളുടെ പിതാവാണ് പ്രതിയെന്ന്. ആ പിതാവിന് മകളെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നത് അവളുടെ പ്രിയപ്പെട്ട 9 മാസം മുമ്പ് പ്രസവിച്ച ഉമ്മയാണെന്ന് സഹോദരങ്ങളെ ഖുർആൻ പറയുന്നു. പെണ്ണിന്റെ ജീവിതത്തിന് വേലിക്കെട്ടുകൾ ഉണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രവാസികളുടെ ഭാര്യമാരോട് ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഭർത്താവിന്റെ ഉപ്പാന്റെ അടുക്കൽ മുഖവും മുൻകൈയും അടിച്ച് പ്രശ്നമില്ല. ഔ ഇഖ്വാനിഹിന്ന, സഹോദരന്മാരുടെ അടുക്കൽ. ഔ ബനി ഇഖ്വാനിഹിന്ന, സഹോദരന്മാരുടെ ആൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. ഔ ബനി അഖവാത്തിഹിന്ന. ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ. പ്രവാസിയുടെ ഭാര്യമാര് ശ്രദ്ധിച്ചു കേൾക്കണേ. ഔ ബനി അഖവാത്തിഹിന്ന, സഹോദരിമാരുടെ ആൺമക്കൾ കുഴപ്പമില്ല. അടുത്തത് അടുത്തത് നമ്മളെന്താ പറഞ്ഞേ? അന്യപുരുഷൻ അന്യപെണ്ണുമായിട്ട് സംസാരിക്കാൻ പാടില്ല. അന്യപെണ്ണ് അന്യപുരുഷനുമായി സംസാരിക്കാൻ പാടില്ല. എന്നാൽ ചില പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പാടില്ല. ഹറാമ. എല്ലാ പെണ്ണുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല.
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിസായിഹിന്ന, ഓ പെണ്ണുങ്ങളെ, പ്രവാസികളുടെ ഭാര്യമാരെ അടിമറിയിച്ചിട്ട് ഈ ഖുർആന്റെ ആയത്ത് കേൾക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുകയാണ്, ഔ നിസായിഹിന്ന, നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുടെ അടുക്കൽ കുഴപ്പമില്ല. പെങ്ങളെ, നിന്നെ പോലെ ഇബാദത്തുള്ള, നിന്നെ പോലെ തഖ്വയുള്ള, നിന്നെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണുങ്ങളുമായി സഹവസിക്കാൻ പാടുള്ളൂ. ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുമായി സഹവസിക്കാൻ പാടില്ല. ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുമായി സഹവസിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയോ? ആ നാട്ടിലെ വഴിപടച്ച പെണ്ണ്, അവിടുത്തെ താന്തോന്നിയായ പെണ്ണ്, അവിടുത്തെ വ്യഭിചാരി പെണ്ണ്, അന്യപുരുഷന്മാരുമായി മൊബൈലിലൂടെ ബന്ധമുള്ള പെണ്ണാണ്. ആ പെണ്ണുമായി പെങ്ങളെ കൂട്ടുകൂടാൻ പാടില്ല, അവളോട് സഹവസിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതി, അംർ ഇബ്നു ആസ്, നമ്മുടെ സച്ചരിതരായ മുത്തഖീങ്ങളായ പെൺകുട്ടികൾ ആ നാട്ടിലെ മോശപ്പെട്ട പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കടവിന് കുളിക്കാൻ പോകുന്നെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് വഴിവരച്ച പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കാൻ പോകരുതെന്ന് പറയണേ ഉമറേ എന്ന് കത്തെഴുതി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം എന്താ? കേരളത്തിലെ ഏത് പെൺവാണിഭത്തിന്റെ കഥയെടുത്ത് നോക്കിയാലും കവിയൂര് പെൺവാണിഭ കേസ് പുനരന്വേഷണം നടക്കുകയാ. കവിയൂര് പെൺവാണിഭ കേസിലെ ഒന്നാം പ്രതിയാരാ? സീരിയലിന്റെ മോഹവുമായി നാടിത്തടന്ന പെങ്ങള് സീരിയൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ 90% കത്തിക്കരിഞ്ഞ് ചാമ്പലാക്കി മാറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട പെൺവാണിഭ കേസിന്റെ ഒന്നാം പ്രതി ആ പെണ്ണിന്റെ അമ്മയുടെ കൂട്ടുകാരി ലതാ നായരാ. അമ്മയുടെ കൂട്ടുകാരിയാ. കവിയൂര് പെൺവാണിഭ കേസിലെ പെണ്ണ് മരിക്കുന്നതിനും ആൺപത്തിയിൽ എഴുതി വെച്ചു, ലത ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പെണ്ണെ, എല്ലാ പെണ്ണുങ്ങളുമായി സഹവസിക്കാൻ പാടില്ല. അന്യപുരുഷനുമായി മൊബൈൽ ഫോൺ ബന്ധമുള്ള പെണ്ണാണോ ആ പെണ്ണ് നിന്നെയും തെറ്റിന് ചാടിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ ഈ ഖുർആൻ ഈ ലോകത്തിനിടയിൽ എന്തവൻ? ഇതാരുടെ ഭാര്യമാരോടാ? ഇതാരുടെ ഭാര്യമാരോടാ? ആരുടെ? പ്രവാസിയുടെ ഭാര്യയോട്. എല്ലാ പെണ്ണുങ്ങളെ അടുപ്പിക്കാൻ പാടില്ല. നാട്ടിലെ വഴിപടച്ച പെണ്ണാണ്, അവൾക്ക് വേറെ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്. നന്നായിട്ട് കേക്കി, ചുമ്മാ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇതേതെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. എല്ലാ പെണ്ണുമായി സഹവസിക്കാൻ പാടില്ല. ഏത് കൾച്ചറോടെ നിങ്ങൾ എടുത്തോളി, എല്ലാം കുട്ടിക്കൊടുത്തത് പെണ്ണ് തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി തീർന്നില്ല. പിന്നെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയ വയസ്സന്മാരാണോ അവരോട് കുഴപ്പമില്ല. ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയ വൃദ്ധന്മാരോട് കുഴപ്പമില്ല. കൊച്ചുകുട്ടികളോട് കുഴപ്പമില്ല. കൊച്ചുകുട്ടികളെ അടുപ്പിച്ചോളിയും കുഴപ്പമില്ല. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാരാ? കൊച്ചുകുട്ടികളെ അടുപ്പിച്ചോളിയും കുഴപ്പമില്ല. ഈ പൊന്നാനിക്കടുത്തൊരു സ്ഥലത്ത് 40 വയസ്സുകാരി 10 വയസ്സുകാരനെ പീഡിപ്പിച്ചു. സ്ഥലത്ത് നിങ്ങൾ അറിഞ്ഞില്ല? എന്താ കഥ? ഈ തിരുവനന്തപുരത്ത് നടക്കണ ഞാൻ അറിഞ്ഞില്ല. ഈ അടുത്ത പ്രദേശത്ത് ഒരു 19 കിലോമീറ്ററിന്റെ ഉള്ളില് ഒരു 40 വയസ്സുകാരി 10 വയസ്സുകാരനെ പീഡിപ്പിച്ചു. കുട്ടികളുമായി ഇത്ര കർശനമായി പറഞ്ഞ ഒരു ഗ്രന്ഥം വേറെ ഏതാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിക്കാൻ ഇതിനല്ലാതെ വേറെ മാതൃക ദർശനം വേറെ ഏതാ വേണ്ടത്? എല്ലാ കുട്ടികളും പാടില്ല. അല്ലദീ ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീയുടെ ശരീരശാസ്ത്രം അറിയാത്ത കുട്ടികളാണെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാവുന്നവനാണോ അള്ളാഹ് 30 ദിവസം അവനെ അടുപ്പിക്കാൻ പാടില്ല. എന്നല്ലേ അർത്ഥം? ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. ഖുർആന് കാലികമായ ഒരു വ്യാഖ്യാനം ഉണ്ടാവണമല്ലോ. എന്ന് പറഞ്ഞാൽ കാലികമായി വ്യാഖ്യാനിച്ചിട്ട് അവസാനം പിന്നെ മറ്റേ ഈ അല്ലാഹുമ്മ ശൈത്താനില്ലാതെ കൊതുക എന്ന് പറഞ്ഞ മാതിരി പിഴച്ചു പോകരുത്. ഇബ്ലീസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് കൊതുകിനെ കുറിച്ച് അല്ലാഹുമ്മ ഞാൻ അഊദുബിക ഖുബൂതി വൽ ഖബായിസ് എന്ന് പറഞ്ഞത് ആൺകൊതുകും പെൺകൊതുകുമാണെന്ന് പറഞ്ഞ് പിഴച്ചു പോകരുത്. കാലികമായി വ്യാഖ്യാനിച്ചു.
അള്ളാഹു അതീന്ന് കാക്കട്ടെ, അള്ളാഹു അതീന്ന് കാക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ബിഫിരില്ലദി ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. സ്ത്രീയുടെ ശരീരശാസ്ത്രം അറിയാത്ത കൊച്ചുകുട്ടിയാണോ കുഴപ്പമില്ല, ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യുന്ന ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന കുട്ടിയാണോ, ആ കുട്ടിയുമായി ഒരു പെണ്ണിനും ജീവിതത്തിന് സഹവാസം ഉണ്ടാവാൻ പാടില്ലെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതോടൊപ്പം തന്നെ ഖുർആൻ പറയുകയാ, സമയത്തിന്റെ പരിമിതി നന്നായിട്ടുണ്ടെങ്കിലും ഓർമ്മിപ്പിക്കട്ടെ, പെണ്ണേ പെണ്ണേ പെണ്ണേ, നീ ഇങ്ങനെ ജീവിക്കുമ്പോൾ നിന്റെ ഭർത്താവ് ചാരത്തില്ല, ആ സമയത്ത് നിന്റെ വികാരങ്ങളെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അവസരങ്ങൾ ഒരുക്കാൻ പാടില്ല. എസ് എ ജമീലിന്റെ പഴയ ദുബായ് കത്തുപാട്ടുണ്ടല്ലോ, അവസരം ഉണ്ടാവാൻ പാടില്ല. എസ് എ ജമീലിന്റെ ദുബായ് കത്തുപാട്ട്, പണ്ടത്തെ പാട്ട്, ആരാ പാട്ട് പറഞ്ഞാൽ നാളെ വരും. എനിക്ക് പാട്ടോട് അറിയില്ല, ബാക്കി നന്നായിട്ട് പാട്ട് പാടും. അള്ളാഹു നല്ല ശബ്ദം നിലനിർത്തി കൊടുക്കണം. അള്ളാഹു നല്ല ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമോ, ആയുരാരോഗ്യ സൗഖ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ, അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരമുണ്ടാവുക, അവസരമുണ്ടാകുമ്പോൾ ഏതു പെണ്ണും പറയുമല്ലോ, ആ സമയത്ത് പുരുഷനെ വീഴ്ത്താൻ സ്പർശനം മതി, പെണ്ണിനെ വീഴ്ത്താൻ നല്ല വാക്ക് മതി. ഒരു മനഃശാസ്ത്രമാണിത്. പുരുഷനെ വീഴ്ത്താൻ ഒരു സ്പർശനം, പെണ്ണിന്റെ ഒരു സ്പർശനത്തിന് മതി. പെണ്ണിനെ വീഴ്ത്താൻ ഒരു വാക്ക്, ഒറ്റ വാക്ക്. അതുകൊണ്ടല്ലേ ഒരു മിസ് കോൾ വന്നാ പിന്നെ ഒരു മിസ് കോൾ വന്ന ഇങ്ങോട്ടൊന്ന് വന്നു, ആരാത് ഞാൻ എന്നെ വിളിക്കരുത്, രണ്ടാമത് ഒന്നോട്ട് വിളിക്കും. എന്താ വിളിച്ചത്? വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ, പെണ്ണ് ചൂടാവും. വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ, അല്ല ഞാൻ ഇത് തന്നെ ആണോന്ന് അറിയാൻ വേണ്ടി വിളിച്ച. എന്തൊക്കെ നമ്പരാ കയ്യില്. പിന്നെ മൂന്നാമതും വിളിക്കും. വിളിക്കരുതല്ലേ പറഞ്ഞത്? വിളിക്കരുതെന്ന് പറഞ്ഞാലും ആ സൗണ്ട് ആദ്യം കേട്ടപ്പോ എനിക്ക് വീണ്ടും കേൾക്കാൻ തോന്നും. പെണ്ണതോടെ വീഴും, അതോടെ വീഴും. അല്ല, എന്റെ സൗണ്ട് ഇത്രയും നല്ലതാ, എന്റെ ഭർത്താവ് ഇത്രയും നാൾ എന്നോട് പറഞ്ഞ കഴുത അമരണമായി എന്റെ സൗണ്ട് ലോകത്താൻ. ഇതൊരു മനഃശാസ്ത്രമാ. അപ്പൊ ഇവിടെ ആരാ ഇത് പറയുമ്പോ ഒത്തിരി പറയുന്ന സമയമായ ഇല്ലേ? ഈ ഓപ്പറേഷൻ ടേബിളിൽ ഭാര്യയെ സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴേ ലേബർ റൂമിന്റെ ഫ്രണ്ടിലോട്ടൊക്കെ കയറുമ്പോ ഭാര്യ കിടന്നിട്ട് അമ്മൂന്ന് പറഞ്ഞ് നിലവിളിക്കും. ഭർത്താവ് കൈ പിടിച്ചിട്ട് നീ ധൈര്യമായിട്ട് പോ, നീ എന്തിനാ പിടിക്കണം, ഞാനല്ലേ വെളിയിലുണ്ട്, നീ പോകാൻ പറയും. അവന്റെ വയറാ കീറണം. അവനിപ്പോ എന്ത് വേണേലും പറയാം, കാരണം അവന്റെ വയറാണ് കീറണം. അല്ലല്ലോ. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ സദസ് ഇങ്ങനെയൊക്കെ തന്നെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അമ്മ അതിരി പെണ്ണിനോട് പറയാ, എന്താ സൗണ്ട്, ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി വിളിച്ചെടുത്തു. ഞാൻ അതൊരു നമ്പരായിട്ടുള്ള വാക്ക് പഠിപ്പിച്ചെന്ന് പറഞ്ഞു. ഒരു പയ്യൻ ഞാനൊരു ചോർണാൻ പോയപ്പോനോട് ഉസ്താദ് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു പോകാൻ കഴിച്ച. ഞാൻ അങ്ങനെ സ്നേഹം തുടങ്ങിയത്. അത് ആദ്യമൊക്കെ ഞങ്ങളുടെ പുറകെ നമുക്ക് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ആദ്യം കണ്ടപ്പോ ഞാൻ ഇവളുടെ അടുക്കല് ഒരു പേപ്പറിൽ എന്റെ നമ്പർ എഴുതി കൊടുത്തു, എന്നെ വിളിക്കാൻ പറഞ്ഞു. അവളെ മേടിച്ചിട്ട് കീറി കളഞ്ഞു. രണ്ടാമത് ഒന്നുകൂടി ഞാൻ പേപ്പർ എഴുതി കൊടുത്തു, അപ്പോഴും അവൾ വന്നിട്ട് കീറി കളഞ്ഞു. എന്നാന്ന് പാഠം പഠിപ്പിക്കുന്നത് ഞാൻ ഒരു 1000 രൂപയുടെ നോട്ട് എടുത്തു, അതിനകത്ത് അവന്റെ നമ്പർ എഴുതി കൊടുത്തു. ഞാൻ വിളിക്കൂ. ഒരു പെണ്ണിനൊരു വാക്ക് മതി, പെണ്ണിന്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ചെങ്കോല് ഭരിക്കുമ്പോഴും 10,000-കണക്കിന് അനുയായികളൊന്ന് കാണാൻ കാത്തു നിൽക്കുമ്പോഴും സന്ധ്യാസമയത്ത് തന്റെ ഭാര്യയുടെ മടിയിൽ തല വെച്ച് കുശലം പറയാൻ അള്ളാന്റെ റസൂൽ സമയം കണ്ടെത്തിയത് ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. ആയിഷ, എന്തുണ്ട് വിശേഷം? സ്വന്തം ഭാര്യയോട് ആ രീതിയിൽ പെരുമാറുക അതൊരു ഭർത്താവിന്റെയും കടമയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പെണ്ണേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട്
ഓ പെണ്ണെ, നിന്റെ സൗന്ദര്യം വെളിവാകുന്ന രീതിയിൽ കാല് അടിച്ചുകൊണ്ട് നടക്കരുതേ, കാല് പരസ്പരം കൂട്ടിയടിച്ചിട്ട് നടക്കരുതേ. ആരാ പറയുന്നത്? ഖുർആൻ പറയുകയാ, വലാ യദ്രിബി നബി അർജുലിഹിന്ന, നിന്റെ കാലുകൾ ഇങ്ങനെ ഇട്ടിട്ട് പരസ്പരം കൂട്ടിയടിക്കരുത്. എന്തിനെന്നറിയോ? ആ കാല് കൂട്ടിയിടിക്കുമ്പോൾ കാലിലെ കൊരുസുകിലും നീ മറച്ചു വച്ചിരിക്കുന്ന സൗന്ദര്യം മറ്റൊരാൾ കാണുന്ന രീതിയിൽ കാല് പോലും കൂട്ടിയിടിച്ച് നടക്കരുതേ എന്ന് പറഞ്ഞാൽ കൊലിച്ചിട്ടിരിക്കുകയാണ് കാലില്. കാല് കിലുങ്ങുന്നുണ്ട്. അടുത്ത് നിൽക്കുന്ന പുരുഷൻ ശബ്ദം കേട്ട് നോക്കിയാൽ നിന്റെ കണങ്കാലിന്റെ സൗന്ദര്യമല്ലേ കാണുക. അതുകൊണ്ട് കണങ്കാലിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിൽ കാലുകൾ കൂട്ടിയിടിച്ച് നടക്കരുതേ എന്ന് പറഞ്ഞ ഈ ഖുർആന്റെ വക്താക്കളല്ലേ റിയാലിറ്റി ഷോയിൽ അരക്കി പോട്ട് വസ്ത്രമില്ലാതെ തുള്ളിച്ചാടിയത്? ഈ സമുദായത്തിന്റെ പെങ്ങളല്ലേ അമ്മയും അമ്മായിയമ്മയും മരുമക്കളും മക്കളുമോട് റിയാലിറ്റി ഷോയുടെ ചാനലിൽ തുള്ളിച്ചാടിയത്? അല്ല പറയുകയാ, ഞാൻ എന്റെ വിഷയത്തിന്റെ സമാപ്തി എന്നോണം ഓർമ്മിപ്പിക്കുകയാ. അല്ല പറയുകയാണ്, വതൂബൂ ഇലല്ലാഹി ജമീഅ. ഇങ്ങനെ എങ്ങാനും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ പെങ്ങളെ? അറിയാതെ സംഭവിച്ചിട്ടുണ്ടോ പെങ്ങളെ? അറിയാതെ സംഭവിച്ചിട്ടുണ്ടോ? തൗബ ചെയ്യണേ. അങ്ങനെ എങ്ങാനും അറിയാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ സംഭവിക്കുന്നതെന്താ? എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട്, ഓരോ ഭർത്താവിനോടും പ്രവാസിയോടും പ്രവാസിയുടെ ഭാര്യയോടും, പെങ്ങളെ അങ്ങനെയാവല്ലേ. ബഹുമാനപ്പെട്ട സയ്യിദുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഉമർ റളിയല്ലാഹു തആല പാതിരാ സമയത്ത് മദീനത്തെ ഗ്രാമത്തൂടെ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോ ആ സമയത്ത് ഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്നിട്ടൊരു പെൺകുട്ടി പാട്ട് പാടുന്നത് കേട്ടു. എന്താ കേട്ടതെന്നറിയോ? ലഖത്താല ഹാദൽ ലൈലു വസ്വദ ജാനിബു വറകനിയല്ല ഖലീലുൻ നുലാരിബു മഖഫാതു റബ്ബി വൽഹയാഉ യസുദ്ദുനി والكرام بعيديا تنالى مراتبو. ചുറ്റും കറുത്തു തമോമയമായിരുൾ, ചുറ്റുമൊരു വീതിരേകാകിയാണ് ഞാൻ. കൂട്ടിനു തോടനില്ലായകയാലന്മന് കൂടു തുറന്നഹോ നിദ്ര പറന്നുപോയി. ഈശ്വരൻ സത്യമാണ്, ഈശ്വര ശിക്ഷകൾ ആശുഭയക്കൂകിലാടുമീ കട്ടിലും. ഈശ്വരൻ സത്യമാണ്, ഈശ്വര ശിക്ഷകൾ ആശുഭയക്കൂകിലാടുമീ കട്ടിലും. പാതിരാ സമയത്തിരുന്നിട്ടൊരു പെൺകുട്ടി പാട്ട് പാടുകയാ. ലഖത്താല ഹാദൽ ലൈലു വസ്വദ ജാനിബു. ഈ രാത്രിക്ക് എന്തോ ഒരു തണുപ്പാണ്, എന്തോ ഒരു കുളിരു പെയ്യുന്ന രാത്രി, എന്തോ ഒരു മഞ്ഞുരുകുന്ന രാത്രി. ശരീരത്തിലേക്ക് തണുപ്പടിച്ചിറങ്ങുകയാണല്ലോ. ഈ പൊന്നാനി MES ഗ്രൗണ്ടിൽ സലാമത്ത് ഇസ്ലാമതയുടെ 25ാം വാർഷികത്തിന്റെ വിജയാഘോഷം ആഘോഷിക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്ത് പറഞ്ഞാലും അവസാനം മനസ്സിനെ ബോധമുണ്ടാകണേ. രാത്രി എന്തോ ഒരു സുദീർഘത. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് മരി പറന്നു പോയല്ലോ. രാത്രി എന്തേ അവസാനിക്കുന്നില്ല? എന്തോ ഒരു കുളിര്, എന്തോ ഒരു മകരനിലാവ് പെയ്തിറങ്ങുന്ന രാത്രി. എന്നിട്ട് ആ പെണ്ണ് പറയുകയാ, ഞാനെന്ന് കൈയൊടിച്ചാൽ മക്കയിലെ ചെറുപ്പക്കാര് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാത്തത് കൊണ്ടല്ല, പക്ഷേ മകറബി എന്റെ അള്ളാനെ കുറിച്ചുള്ള എന്റെ പേടിയുണ്ടല്ലോ, ആ പേടി എന്നെ തടയുകയാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് പാട്ട് പാടുമ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ഞെട്ടിത്തെരിച്ചു പോയി. രാവിലെ ഉറക്കമെഴുന്നേറ്റ ഉടനെ ഖലീഫ ഇറങ്ങി നടന്നു. ഈ പെണ്ണേത് പെണ്ണ? ആ സമയത്താണ് ആളുകൾ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ ഹാദിഹി ഫുലാന, അതൊരു പെണ്ണാണ്. വസൗജുഹാ ഗാരിബുൻ ഫീ സബീലില്ലാഹ്. ആ പെണ്ണിന്റെ ഭർത്താവ് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയിരിക്കുകയാ. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കടവുകാരനോട്, യുദ്ധപ്പെട്ട ആൾക്കാരനോട് തിരിച്ച് വീട്ടിലെത്താൻ കൽപ്പിച്ചു. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ നീ ഭയക്കണ്ട, നിന്റെ ഭർത്താവ് തിരിച്ചു വരുന്നുണ്ട്.
ഭർത്താവിനോട് പറഞ്ഞു, ഭാര്യ ആഗ്രഹിച്ചിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഭർത്താവിനോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർന്നില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു നേരെ തന്റെ പ്രിയപ്പെട്ട മകളുടെ അടുക്കലെത്തി. ഹഫ്സാ റളിയല്ലാഹു അൻഹാ, ഹഫ്സാ റളിയല്ലാഹു അൻഹാ ഹഫ്സയോട് ചോദിച്ചു, ഹഫ്സാ കം തസ്ബിറുൽ മർഅതു അലാ ഫിറാഖി സൗജിഹാ, ഒരു ഭർത്താവിനെ പിരിഞ്ഞിട്ട് എത്ര നാൾ പെണ്ണിനിരിക്കാൻ കഴിയും ഹഫ്സ? മകളോടാണ് ഉപ്പയുടെ ചോദ്യം. മകളെ, എത്ര നാളാണ് ഭർത്താവിനെ പിരിഞ്ഞിട്ട് ഒരു ഭാര്യയ്ക്കിരിക്കാൻ കഴിയുന്നത്? എത്ര നാളാ? ഹഫ്സ ബീവി ചോദിച്ച്, എന്നോട് തന്നെ ചോദിക്കണോ ഉപ്പ, എന്നോട് തന്നെ ചോദിക്കണോ ഉപ്പ? മോളെ, അല്ലാഹുവിന്റെ ദീനിന്റെ ശരീഅത്ത് നടപ്പാക്കാനല്ലേ ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞത്രേ, ഉപ്പ ഒന്നുകിൽ 5 മാസം, ഏറിപ്പോയാൽ 6 മാസം. മള്ളാന് പോയി മകളോട് ചോദിച്ചു, മകളെ എത്ര നാളിരിക്കാം? ഹംസത്താശൂരിൻ, ഏറ്റവും കൂടിയ ഗൾഫാണ് ഇങ്ങോട്ട് കേൾക്ക്, ഏറ്റവും കൂടിയ 5 മാസം. 5 മാസം ഏറ്റവും കൂടിയ സിത്തത്താശൂരിൻ. സിത്തത്ത് എന്ന് പറഞ്ഞാൽ അറിയാൻ പാടാത്ത ഏതൊരു ഉംറ വിസക്കാരൻ ഇവിടെ ഉണ്ട്. എത്രയാ? ഒന്ന് പറ മനുഷ്യന്മാരെ ഉറങ്ങാതെ. അറബി അറിയാൻ പാടാത്തൊരു ഉംറ വിസക്കാരനുണ്ട്. അറബി പാസ്പോർട്ട് എടുത്തിട്ട് വായിച്ചു വലിയുദ്ദീൻ. അറബി പാസ്പോർട്ട് എടുത്തിട്ട് ഇന്റർവ്യൂവിന് വായിക്കുക വലിയുദ്ദീൻ. അങ്ങനെ ഒരാളവിടെ ഇല്ല. സംഭവം വേലായുധനാണ്. അറബിയിൽ എഴുതിയപ്പോ വലിയുദ്ദീൻ ആയി. വേലായുധൻ അറബിയിൽ എഴുതി അങ്ങനെ വായിക്കും. വലിയുദ്ദീൻ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. ഇത് അറിയാൻ പാടില്ലാത്ത ആരാള്? 6 മാസം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല കൽപ്പനയിട്ടു, ആരെങ്കിലും ഈ യുദ്ധത്തിന് പോകുന്നെങ്കിൽ 6 മാസത്തിന്റെ ഉള്ളിൽ അവനവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് ഓർഡറിട്ടു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 1 മാസം അങ്ങോട്ട് പോകാൻ, 5 മാസം 4 മാസം യുദ്ധം ചെയ്യാൻ, 1 മാസം തിരിച്ചു വരാൻ. 6 മാസത്തിലൊരിക്കൽ ഈ ഗൾഫിൽ പോയിട്ട് 4-5 വർഷമൊന്നും കിടക്കരുത്. പറഞ്ഞാട്ടാ ഇമ്മണിങ്ങനെ ഉണ്ടാക്കിയിട്ട് വരാം. അല്ല, നിവർത്തി ഉണ്ടാക്കും. 6 മാസം കൊണ്ടൊന്നും വരാൻ എല്ലാവർക്കും കഴിയില്ല. ഇടത്തരക്കാരുണ്ടാവും, ബിസിനസ്സുകാരുണ്ടാവും. എന്നാലും പരമാവധി വിസ കിട്ടും. എന്ത് ചെയ്തേക്കണം? എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്ത് ചെയ്യും? പെണ്ണ് പണ്ട് എസ് എ ജമീൽ പാടിയവരൊക്കെ മലക്കല്ല ഒരു പാട്ടറിയാവുന്ന ഒരു മനുഷ്യനും പേരുണ്ടായിട്ട് എന്താ ദിവസമായിട്ടോ ഗൾഫിലല്ലേ? ആ പാട്ടൊക്കെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരുമാതിരി ഫേസ്ബുക്കിൽ നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. ആ പണ്ടത്തെ കത്തുണ്ടല്ലോ, ഒരു പെണ്ണ് തന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഗദ്ഗതങ്ങളും കണ്ണുനീരും അവൾ മനസ്സിലിങ്ങനെ ആലോചിച്ച് ആ കടലാസിൽ പകർത്തി അങ്ങോട്ട് പോകാൻ 10 ദിവസം അവിടെ പോയി വായിച്ചിട്ട് ആ കത്തെടുത്ത് വായിച്ച് അവസാനം വായിച്ചിട്ട് തലേണയുടെ അടിയിൽ വെച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി എടുത്ത് വായിച്ച് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും വായിച്ച് അത് ഈ ഫോണിന്റെ സുഖം അതിന് കിട്ടില്ല. കേട്ടോ, പഴയ ഗൾഫുകാർക്കറിയാം. അത് കിട്ടൂല. അത് ആ കത്തൊരു സ്മൃതിയാണ്, അത് ഒരു സ്മാരകമാണ്. അത് അങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങനെ വെച്ച് വായിക്കുന്ന ആ സ്മാരകം ഇപ്പൊ അതില്ല. അപ്പൊ അന്ന് ജമീല് പാടിയത് പോലെ എന്താവും? മധുരം നിറച്ചോരു മാംസപ്പൂവൻ പഴം മറ്റാർക്കും തിന്നാൻ കൊടുക്കില്ലൊരിക്കലും, മരിക്കോളം ഈ രീതി കാക്കും ഞാനെങ്കിലും, മലക്കല്ല ഞാൻ പെണ്ണെന്നോർക്കേണം നിങ്ങളും, മലക്കല്ല ഞാൻ പെണ്ണാണെന്നോർക്കേണം നിങ്ങളും, യൗവനത്തേൻ കഴിഞ്ഞ് 17 പൂവന പൂകൊഴിഞ്ഞേ, മലക്കല്ല ഞാൻ പെണ്ണാണെന്ന് ഓർക്കണമെന്ന വാക്ക് വല്ലാത്ത വാക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കല്ല മനുഷ്യനാണ് തെറ്റിലോട്ട് കടന്നു പോകുമ്പോ മലക്കല്ല മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനും മലക്കിനേക്കാൾ വലിയ പ്രതിരോധ ശക്തിയേടാ. എനിക്കെന്റെ അള്ളാഹുവിനെ പേടിയാന്ന് പറഞ്ഞ് ആ ഹറാമിൽ നിന്ന് മാറി നിന്ന് ലോകത്തിലെ ഏറ്റവും നല്ല സൗഭാഗ്യത്തിന്റെ ഉടമയായി മാറാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ.
തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതോടൊപ്പം പ്രവാസികളെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാറുണ്ട്. ഭാര്യയോട് വിട പറഞ്ഞ്, മക്കളോട് വിട പറഞ്ഞ് ഗൾഫിന്റെ മാസ്വരികതയിലോട്ട് കടന്നുപോയാ ദുബൈയിൽ ചെന്നാൽ സന്ധ്യാസമയത്ത് വിളിക്കുന്നുണ്ട്. ആഫ്രിക്ക വേണോ, നേപ്പാൾ വേണോ, മിസ്ർ വേണോ, പലസ്തീൻ വേണോ, മിസ്രിൽ ചെന്ന് വേണോ? ആ പുലിയുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോ എന്നെയും കാത്തെന്റെ പെണ്ണ് വീട്ടിലിരിക്കുന്നെന്നുള്ള ഓർമ്മയോട് എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുകയാ. ആർക്കും പ്രസംബതയാവാതെ വിരകത്തിന്റെ കനലെറിയുമ്പോ ആർക്കും കാണാൻ കഴിയാതെ എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുകയാ. എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകണമെന്നുള്ള ബോധമുണ്ടാവണം. ഒരു ചെറുപ്പക്കാരൻ ഗൾഫിന്റെ മാസ്മരികതയിൽ മയങ്ങിപ്പോകരുത്. ആരും കാണുന്നുണ്ടാവില്ല, ആരും അറിയുന്നുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാസികളെ ചിന്തിക്കണം. ഒരു കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഞാൻ. നിനക്ക് ഇവിടെ ഭാര്യ മാത്രം കാത്തുവെച്ചോണം. അവിടെ ഓരോ മാസം മാറി മാറി പലസ്തീൻ, ഇസ്രയേൽ, മിസ്ർ, ഈജിപ്ത്, ഇന്തോനേഷ്യ. സാഹചര്യം മുമ്പിൽ ആ സമയത്ത് പ്രവാസി എന്ത് ചെയ്യണം? ഈ പാശ്ചാത്യന്റെ ജോലി പാടില്ല. ഞാനിവിടെ വരുമ്പോ നീ ഞാനെന്തായിരുന്നു എന്ന് ചോദിക്കരുത്. നിന്നോട് നീ എന്താന്ന് ഞാൻ ചോദിക്കൂല. പരസ്പരം നമുക്ക് വെച്ചു മാറാം. ആ പാശ്ചാത്യന്റെ രീതി പറ്റൂല. നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ, പാശ്ചാത്യന്റെ രീതി എന്താ? പാശ്ചാത്യന്റെ രീതി എന്താ? ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നു, ഭാര്യ ഇവിടെയുണ്ട്. ഭർത്താവ് ഞാൻ ഇതുവരെ എവിടെയായിരുന്നു, എന്തായിരുന്നു നീ ചോദിക്കാൻ പാടില്ല. നീ ഇതുവരെ ആരെയൊക്കെ കൂടെ പോയി ഞാനും ചോദിക്കൂല. ഉള്ള 6 മാസം നമുക്ക് 2 പേർക്ക് ഒന്നുകിൽ BPL അല്ലെങ്കിൽ APL. അത് പറ്റൂല. അത് പാശ്ചാത്യന്റെ രീതി. ഒരു സാഹിത്യകാരൻ എഴുതി വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവം. വല്ലാത്ത തണുപ്പുള്ള രാത്രി. ഇൻഷാ അല്ലാഹ്. എന്താ ഈ ലോറിയിൽ നടക്കണേ? അത് കസേരയോ? അത് തീരാറാവില്ല. അത് കൊള്ളാം. വീട്ടിൽ കൊണ്ടുപോകണം. എല്ലാരും ഇരിക്കും. ഒരേ കസേര വെച്ച് സംഘാടകർ ഇവിടെ ഇരിക്കും. നാളെ ഇരിക്കുക. എന്റെ പ്രിയപ്പെട്ട നാളെ ഇതിൽ ആളുണ്ടാവും. ഓരോ ദിവസം കൂടിക്കൂടെ വരും. നാളെ കഴിഞ്ഞിട്ട് ഇനി ആളും. അവസാനം 10 ദിവസം കൊണ്ട് MAക്കിലോട്ട് നിറയും. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. ഇരിക്കുന്നത് ദുആയ്ക്ക് വേണ്ടിയാണ്. ഒരു സാഹിത്യകാരൻ എഴുതുന്നുണ്ട്, വല്ലാത്ത കുളിരുള്ള രാത്രി തീ കത്തിച്ചു. ഭാര്യയും സായിപ്പിന്റെ ഭാര്യയും കൂടെ ഈ സാഹിത്യകാരനുണ്ട്. തീ പുകഞ്ഞോണ്ടിരിക്കുക. ആ സമയത്ത് വല്ലാതെ തണുപ്പ് വന്നപ്പോ മദാമ സാഹിബിനോട്, ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ കുളിരാകുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്ക്, എന്റെ കുളിരൊന്ന് മാറട്ടെ. മദാമ സാഹിബിനോട് പറഞ്ഞു, ഭർത്താവിനോട്, എനിക്ക് വല്ലാത്ത തണുപ്പ്. സാഹിത്യാനദ്ദേഹത്തിനോ ഈ പേരോർമ്മയില്ല, പണ്ടങ്ങാണ്ട് വായിച്ചു പോയത്. എന്നെ വല്ലാത്ത കുളിര് വരുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്ക് എന്ന് പറഞ്ഞു. ആ സമയത്ത് സാഹിബ് പറഞ്ഞു, എനിക്കിപ്പോ അങ്ങനെ ചേർത്ത് പിടിക്കാനൊരു മൂടില്ല. അടുത്തിരുന്ന ആളോട് നിങ്ങൾക്ക് വെച്ചൊന്ന് ചേർത്ത് പിടിച്ചോളൂ. ചിരിക്കാൻ പറഞ്ഞല്ല. ഇത് പാശ്ചാത്യന്റെ രീതിയാണ്. ഇപ്പോഴത്തെ രീതി ഇത് തന്നെയാണ്. ഇത് ഗൾഫിൽ പോയിട്ട് നമ്മൾ ഇച്ചിരി പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഗൾഫിൽ പോയി ഇത്തിരിയൊക്കെ പഠിച്ചിട്ടുണ്ടോ നമ്മൾ? അവ പറയും എനിക്കിപ്പോ അങ്ങനെ ചേർത്ത് പിടിക്കാം. എന്തിനൊരു മൂടുണ്ടല്ലോ. എന്തിനൊരു മൂടുണ്ടല്ലോ, ഇല്ലേ? ഞാനീ വകതും കഴിഞ്ഞിട്ട് രാത്രി ചിലപ്പോൾ 4 മണിയാകും വീട്ടിൽ പോകുമ്പോ സുബഹിസ്കരിച്ച് കിടന്നുറങ്ങാൻ നേരത്തായിരിക്കും ഭാര്യ വന്നിട്ട് പറഞ്ഞു, പിന്നെ നമുക്കൊന്ന് അവിടെ പോകണം, അവന്റെ ഉമ്മമാളെ പോലീസിൽ പോയി കിടന്നുറങ്ങാൻ പറയുന്നു. ആ സമയത്തൊക്കെ ഒരു മൂടുണ്ടാവും. ഒരു മൂടില്ല. അതുകൊണ്ട് നീ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഇത് പാശ്ചാത്യന്റെ രീതിയാ. ബിൽക്കിന്റെ വ്യഭിചരിച്ചു. ആ വ്യഭിചരിച്ചത് അമേരിക്കക്കാരന് പ്രശ്നമായിരുന്നില്ല. ഞങ്ങളുടെ പ്രസിഡന്റ് വ്യഭിചരിച്ചോട്ടെ പ്രശ്നമില്ല, അയാൾ കള്ളം പറഞ്ഞു. അവർക്ക് പ്രശ്നമല്ല. ഈ പാശ്ചാത്യന്റെ മലയുടെ മനസ്സിലാവുന്നുണ്ട്. ബിൽക്കിന്റെ വ്യഭിചരിച്ചു. ആരുമായിട്ട്? മോണിക്ക ലെവിൻസ്കി. മോണിക്കയുമായിട്ട് വ്യഭിചരിച്ചു. അവർ വന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ആരുമായിട്ട് കിടപ്പുറമെന്നിട്ടേണ്ട പ്രശ്നമില്ല, പക്ഷെ പ്രസിഡന്റ് ഞങ്ങളോട് കള്ളം പറഞ്ഞു. അതാണ് സമൂഹമിക്കാത്തത്. അതാണ് തെറ്റ്. ഞങ്ങളോട് പറയട്ടെ. അവർ വന്ന് പ്രസിഡന്റിനെ വ്യഭിചരിക്കാൻ പ്രത്യേകം പെണ്ണുങ്ങളെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതല്ലാത്തടത്ത് പോയാൽ ഞങ്ങളോട് പറയണം. ഇതാണ് പാശ്ചാത്യന്റെ രീതി. ഈ അറച്ച് നാറിയ സംസ്കാരം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു, നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. അതിന്റെ ദുരന്തം പ്രവാസി അനുഭവിക്കുകയും ചെയ്തു എന്ന നഗ്നമായ യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രവാസികളെ, ഇവിടെ ഭാര്യ അള്ളാഹുവിനെ പേടിച്ചിട്ടിരിക്കട്ടെ. അവിടെ പ്രവാസ മണ്ണിൽ
പ്രവാസികളെ ഒരു ചെറുപ്പക്കാരൻ നടന്ന് മരുഭൂമിയിലൂടെ നടന്നു പോവുകയാ. ആ സമയത്ത് ആ നാട്ടിലെ വഴിപടച്ചവൻ ആ ചെറുപ്പക്കാരന്റെ പുറകെ കൂടി. എന്നിട്ട് പറഞ്ഞ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, ഹരുമ്മ അയ്യുഹൽ ഫത്താ ഹരുമ്മ, അയ്യുഹൽ ഫത്താ ഹരുമ്മ, ചെറുപ്പക്കാരാ എന്റെ വീട്ടിലേക്ക് വാ. ഈ മരുഭൂമിയുടെ മറുഭാഗത്താണ് എന്റെ വള്ളിക്കുട്, അവിടേക്ക് വാ ചെറുപ്പക്കാരാന്ന് വിളിച്ച് ആ പെണ്ണ് പുറകെ കൂടുമ്പോ പ്രലോഭനത്തിനും വഴിപ്പെടാതെ ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. അവസാനം പ്രലോഭനത്തിനും വശംവദനാമെന്ന് മനസ്സിലായപ്പോ ആ പെണ്ണ് പറഞ്ഞ ചെറുപ്പക്കാരാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടുമോ, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ആ ചെറുപ്പക്കാരൻ തിരിച്ചു നിന്നിട്ട് പാട്ട് പാടിക്കൊടുത്തു. പെണ്ണേ, ആരാ വിളിക്കുന്നതാരാ? ആ മരുഭൂമിയിൽ ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനുമല്ലാതെ മൂന്നാമതൊരാളില്ല. കാണാൻ ഈ സഫലമരത്തിന്റെ ഓല മാത്രം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ പെണ്ണേ, അല്ലാലാത്തത് തരീഫീമാനദൈന ഓലാത്തബിൽ ഫുജൂറൈനൽ മമാതി ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി പെണ്ണെ, മരണം വരെ നീ എന്റെ പുറകിലൂടെ നടന്നാലും ആരുമില്ലാത്ത മരുഭൂമിയിൽ ഞാൻ നിന്റെ ചാരത്ത് വരില്ല പെണ്ണെ. കാരണം എന്തെന്നറിയോ? യുബ്സിറു ഫൗക അർശി വയഗ്ദബു ലിൽ ഫഅലിൽ മൂബിഖാതി. അർശിന്റെ മുകളിലിരുന്നിട്ട് അല്ലാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നിന്റെ ചാരത്ത് ഞാൻ വരില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലെ പ്രവാസ ജീവിതത്തിന്റെ സീമകള് വീട്ടിൽ കിടക്കുന്ന ഭാര്യ അറിയുന്നുണ്ടാവില്ല, മക്കൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ അള്ളാഹനെ പേടിച്ചിട്ട് ഈമാന്റെ കരുത്തുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കണേ. എന്നാലേ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ സ്വർഗത്തിലെത്തിച്ചേരാണ്, ഒരു ഭാര്യ ഭർത്താവായി ജീവിച്ചതാണ് നമുക്ക് കഴിയുകയുള്ളൂ എന്ന് അള്ളാഹന്റെ വിശുദ്ധ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരസ്പരം ചിന്തിച്ച്, പരസ്പരം അള്ളാഹനെ ഭയന്ന്, പരസ്പരം ജീവിതത്തിന് വേണ്ടി ഓർമ്മിച്ചിരുന്ന് നല്ല ഭാര്യ ഭർത്താവായി മാറാൻ, നല്ല ഭാര്യ ഭർത്താവായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ നടക്കും ഇവിടെ. അതിനു മുമ്പ് 1-2 കാര്യം കൂടി. 3 ലക്ഷം സലാത്തുകൾ ഇൻഷാ അല്ലാഹ് ഒരേ സമയത്ത് ഇവിടെ ആളുകൾ ചൊല്ലും. ഈ സംഘാടകർ ബക്കറ്റുമായിട്ട് വരും. ആ ബക്കറ്റിലേക്ക് അല്ലാഹുവേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു നല്ല സദഖ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് ഞാൻ ചെയ്യുകയാണ്. ഏതാഗ്രഹമാണോ മനസ്സിൽ അത് മനസ്സിൽ വെക്കുക. ഞാൻ നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ പ്രസംഗിന്റെ ഇടയ്ക്കിത്തിരി ചുമയുണ്ട്. ഇപ്പൊ അത് കുറഞ്ഞു ഒത്തിരി. ഇപ്പൊ മരുന്ന് വാങ്ങിച്ചു മിനിങ്ങാന്ന് കോഴിക്കോട് പോയി. അവിടെ ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. ഇപ്പൊ അത് നടക്കൂല. ഞാനൊരു പനി പിടിച്ചാണ്, ഇതുവരെ ചുമ മാറിയിട്ടില്ല. ആനമങ്ങാട് വെച്ചിട്ടാണ് ഈ പനി പിടിക്കുന്നത്. അവിടെ നിന്ന് ഇരുന്ന് പ്രസംഗിച്ചു അരമണിക്കൂർ. എല്ലാവരും, ഒരാൾ പോലും ഒഴിവാകരുത്. എല്ലാവരും കാര്യമായ സദഖയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. മനസ്സിലെ ആഗ്രഹമാണോ ആ ആഗ്രഹം മനസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് കാര്യമായ സദഖയും അള്ളാഹു തൗഫീഖ് നൽകി. ചില്ലറയൊന്നുമില്ലല്ലോ, വാഹനം എല്ലാവരും 1000 രൂപ നോക്കാം. അൻപരിയോട് കറക്കണ്ട. എല്ലാവരും പറഞ്ഞാൽ എനിക്ക് 50,000 രൂപ കിട്ടുമെന്നാ പറയണ പറഞ്ഞു. ഈ പറയണല്ലാതെ ആരും തരണമില്ല. എപ്പോഴാ കടം മേടിക്കും. ബിസ്മില്ലാഹ്. എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അള്ളാഹു സബലീകരിച്ചിരട്ടെ. ആമിമറി മനുഷ്യന്മാരെ, നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ ദുആച്ചിട്ട് നിങ്ങളും ഉണ്ടായിരിക്കണം. എന്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമുണ്ട്. ഈ 3 ലക്ഷം സലാത്ത് ഇവിടെ മുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അത് നടക്കുമെന്ന് എന്റെ പ്രതീക്ഷയാണ്. നടന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ആഗ്രഹത്തോടെ ഒരാൾ പോലും ഒഴിവാകുന്നത് ദുആ ചെയ്യാൻ പോവാണ്. 3 ലക്ഷം സലാത്ത് ഇപ്പൊ ഇവിടെ മുടങ്ങും. ആ സലാത്ത് ചൊല്ലിയുള്ള ദുആയിൽ ഒരാൾ പോലും ഒഴിവാകരുത്. എന്തെങ്കിലും ഒരു സദഖ 100, 500, 1000 എത്രയാണോ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആനമങ്ങാട് ഞാൻ പ്രസംഗിക്കുമ്പോൾ 10 വർഷമായി കുട്ടികളില്ലാത്ത സഹോദരി കോഴിക്കോട് ചെന്ന് 4 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞ മെഡിസിൻ ഇല്ല. ഇനി നിങ്ങളുടെ ഭാര്യ പ്രസവിക്കില്ല, മെഡിസിൻ ഇല്ല, കുട്ടികളുണ്ടാവില്ല. സഹോദരങ്ങളെ, ആ സദസ്സിന് സദഖ ചെയ്തു. ഞാൻ കഴിഞ്ഞ ഹുബ്ബ് റസൂൽ പ്രഭാഷണത്തിന് പോകുമ്പോ ആ ഭാര്യയും ഭർത്താവും ഉസ്താദെ, ഭാര്യ ഗർഭിണിയാണ്. എല്ലാ ഡോക്ടർമാരും തള്ളിയത്.
എല്ലാ ഡോക്ടർമാരും തള്ളിയത്, മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞത്, ഈ സദസ്സിന്റെ സലാത്ത് കൊണ്ട് നടന്ന ആയിരക്കണക്കിന് അനുഭവങ്ങളിൽ 18 വർഷമായി കുട്ടികളില്ലാത്തവർക്ക് അള്ളാഹു കൊടുത്ത പേരിട്ട കുട്ടികളെ കൊടുത്തത്, മാരകമായ ക്യാൻസർ ബാധിച്ച് ആശിക്കുന്ന ഡോക്ടർമാരെ തള്ളിക്കളഞ്ഞത് അൽഹംദുലില്ലാഹ് ഈ സദസ്സിലെ സലാത്ത് കൊണ്ട് നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ സലാത്ത് ചൊല്ലും. അതിനു മുമ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈ പാരാവാരം പോലെ തടിച്ചു കിടക്കുന്ന സദസ്സിൽ മനസാക്ഷിയുള്ള അള്ളാഹുവിന്റെ ഖുർആനിൽ വിശ്വാസമുള്ള ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ 20, 21 തീയതികളിൽ എന്റെ വിശുദ്ധ ഖുർആൻ വാർഷിക പ്രഭാഷണം നടക്കുകയാണ് എറണാകുളം കരൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ. 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകരുടെ ഇപ്പോഴത്തെ കണക്ക്. ഇൻഷാ അല്ലാഹ് 2 വാർഷിക പ്രഭാഷണമാണ്. ഒന്ന് ഹുബ്ബ് റസൂൽ പ്രഭാഷണം, അത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നു. 1.25 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. എല്ലാവർക്കും വേണ്ടി അവിടെ സലാത്ത് ചൊല്ലി ദുആ ചെയ്തു. അന്ന് പങ്കെടുത്തത് 100 കണക്കിന് ആളുകൾ. ഉസ്താദെ, കുട്ടികളില്ലാത്തവർ, കടബാധിതരായവർ, വിസയ്ക്ക് വേണ്ടി 3.5 വർഷം നടന്നിട്ട് നടക്കാത്ത കുട്ടികൾ, ആ സദസ്സിലെ ഹുബ്ബ് റസൂൽ പ്രഭാഷണത്തിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ 10 ലക്ഷം സലാത്ത് ഓതി ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് നടന്ന ആയിരക്കണക്കിന് ആളുകൾ. കബീറുസ്ലാരി ചെറിയ ആളാ, ഇവിടെ ധാരാളം സയ്യിദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. കബീറുസ്ലാരി വെറും ഒരു പാവം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ, ആക്കി തരട്ടെ മനുഷ്യന്മാരെ, അള്ളാഹുവിനെ ആക്കി തരട്ടെ. വലുതാന്ന് തോന്നാ പിന്നെ നമുക്ക് വരാൻ തോന്നൂല്ല. ഞാൻ വലുതാണെന്ന് തോന്നിപ്പോയാ പിന്നെ നമ്മുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവും. അപ്പൊ അതോടെ പിന്നെ കഴിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇബ്ലീസിന് പറ്റിപ്പോയത് അവിടെയാണല്ലോ. ഞാൻ ഈ ആൾക്കൂട്ടം കാണുമ്പോ ഇന്നും അള്ളാഹുടെ തൗഫീഖ് ഞാൻ ആ പഴയ ആൾ തന്നെ പോയി. ഇപ്പൊ ആൾക്കൂട്ടം കൂടിയാലും ശരി, നാളെ കുറഞ്ഞാലും ശരി, അള്ളാഹു നിലനിർത്തി തരട്ടെ. അല്ലെ പിന്നെ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഞാൻ 1 മാസത്തെ ഡേറ്റ് മൊത്തം മാറ്റേണ്ടി വന്നു. ഒരൊറ്റ പരിപാടി 1 മാസത്തെ ഷെഡ്യൂൾ മാറ്റേണ്ടി വന്നു. അതെന്തുകൊണ്ട്? ഞാൻ വാക്ക് കൊടുത്തു വരാമെന്ന്. വരുമെന്ന് ഇൻഷാ അല്ലാഹ് അൻവരിയോടൊരു വാക്ക് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഹയാത്ത് ഉണ്ടെങ്കിൽ എത്തും. അതിപ്പോ പിന്നെ ഹയാത്തുള്ളവർ എത്തിയല്ലേ മതി. അതിനു വേണ്ടി 1 മാസത്തെ ഡേറ്റ് മുഴുവൻ ഞാൻ വായിച്ചു. എന്റെ അബുദാബി പ്രോഗ്രാം വരെ മാറ്റി അടുത്ത മാസത്തേക്ക്. 1 ലക്ഷം 10 ലക്ഷം സലാത്ത് ദുആ ചെയ്തു. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ആയിരക്കണക്കിന് ആളുകൾ പിന്നീട് വിളിച്ചു പറഞ്ഞത്, ഉസ്താദെ, ആ സലാത്ത് കൊണ്ട് എന്റെ എത്രയോ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വെച്ച് വാക്ക് തരും. അള്ളാഹു ആഫിയത്ത് തന്നാൽ ഏപ്രിൽ 20, 21 ഖുർആൻ വാർഷിക പ്രഭാഷണം. വിഷയം ഈസാ നബിയുടെ 2ാം വരവും ഇമാം മഹ്ദിയും. ഇതാണ് വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇമാം ഈസാ നബിയുടെ 2ാം വരവ് ഒരു ദിവസം, പിറ്റേ ദിവസം ഇമാം മഹ്ദി. എല്ലാവരും എത്തണം. എത്തൂലേ? നിങ്ങൾ ക്ഷണിക്കുകയാണ് ഞാൻ. എത്തൂലേ? എന്താ മനുഷ്യന്മാരെ, എത്തൂലേ? എന്റെ ഇടുക്കി ജില്ലയിൽ നിന്ന് എന്റെ നാട്ടിൽ നിന്ന് വാക്കുകളൊക്കെ എത്തിയ ആളുകൾ ഇവിടെ ഉണ്ട്. ഈ വാതിൽ പൊന്നാനി കേൾക്കാൻ എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അതിലൊരു ക്രൈസ്തവ സഹോദരനുണ്ട്, കുട്ടിച്ചൻ, എന്റെ കൂടെ പഠിച്ച സ്കൂളിൽ ക്രൈസ്തവ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടിൽ വളർന്നു കിടന്നു. ഞാൻ പിരിച്ചപ്പോ ആദ്യം 10,000 രൂപ ഒരാൾ പറഞ്ഞത് സുനിൽ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ്. എന്റെ സ്വന്തം നാട്ടിൽ അല്ല, ഇപ്പൊ ഞാൻ താമസിക്കുന്ന കൊല്ലത്താണ്. എന്റെ സ്വന്തം നാടിക്കിടയിലേക്ക് കാണുന്നത്. അവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ, അവരെ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കട്ടെ, നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ വണ്ടി വിളിച്ചിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെന്താ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 20, 21 തീയതികളിൽ കരൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഖുർആൻ വാർഷിക പ്രഭാഷണം. ഏറ്റവും പ്രധാനപ്പെട്ട, ലോകാവസാനം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈസാ നബിയുടെ 2ാം വരവും ഇമാം മഹ്ദിയും. എല്ലാവരും എത്തണം. ഇൻഷാ അല്ലാഹ് അവിടെ 10 ലക്ഷം യാസീൻ ഓതി ദുആ ചെയ്യും. എത്ര? 1 ലക്ഷം യാസീൻ ഓതി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് സദസ്സിൽ, ആ സദസ്സിൽ വാർഷിക പ്രഭാഷണ സദസ്സിൽ 1 ലക്ഷം യാസീൻ ഓതി ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ആമീൻ പറയുമ്പോ എന്റെ ഈ പൊന്നാനിയുടെ പ്രിയപ്പെട്ട സദസ്സിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മാർത്ഥതയോടെ മനസ്സ് നിർത്തി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ദുആയിലുണ്ടാവും. അള്ളാഹുവേ, പൊന്നാനി MES ഗ്രൗണ്ടിൽ വെച്ച് ഈ വിനീതം ചോദിക്കുമ്പോ ഈ മദ്രസയുടെ സലാമത്തുൽ ഇസ്ലാം മദ്രസയുടെ 25ാം വാർഷികമാണിത്. 25 അഗതികളായ അനാഥകളായ പെൺകുട്ടികൾക്ക് ഒരു സ്വർണ്ണ കോയിൻ വെച്ച് കൊടുക്കണമെന്ന് ഈ സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 10,000 സംഘടിച്ച സദസ്സിൽ 30 ലക്ഷം സലാത്തുകൾ മുടങ്ങുമ്പോ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ സാറേ, എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ ആഗ്രഹത്തിന് വേണ്ടി, എന്റെ ഖബറിന് വേണ്ടി, എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി 25 ആളുകൾ ഓരോ സ്വർണ്ണ കോയിൻ വെച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യണം. സംഘാടകർ പേരെഴുതിയെടുക്കും, പിന്നീട് അവർ സമീപിക്കുമ്പോൾ കൊടുത്താൽ മതി. ഈ സദസ്സിൽ ആഗ്രഹത്തോടെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലും എല്ലാ സദസ്സിലും
ഈ വിനീതന്റെ സദസ്സിൽ ആരൊക്കെ സദക്ക പറയുന്നു എല്ലാ സദസ്സിലും നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ കോട്ടക്കൽ ഒതുക്കുന്നില്ലാണ് നാളെ മറ്റന്നാളും ഖുർആന്റെ വഴിയിലൂടെ ലോകം ചലിക്കുന്നു എന്ന പുതിയ വിഷയമായി നാളെ കോട്ടക്കൽ ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ എംഇഎസ് ഗ്രൗണ്ടിൽ നിന്നാലും 10,000-കണക്കിന് ആളുകൾ ആമീൻ പറയും. അല്ലാഹുവേ ആ പറഞ്ഞ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ നീ നന്മ നൽകണേ എന്ന് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആദ്യമായി ആത്മാർത്ഥതയോടെ ഒന്ന് കൈമുട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഈ സദസ്സിൽ ഒരു സ്വർണ്ണ നാണയം, ഒരു പവന്റെ സ്വർണ്ണ നാണയം ഒരു പാവപ്പെട്ട യതീമായ അഗതികളായ അനാഥകളായ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സാക്ഷി നിർത്തി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചോദിച്ചാൽ ആരാണ് തരിക എന്ന് ചോദിച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കും. ആരാ യാ റസൂലല്ലാഹ്? ഞാൻ തരാം നബിയെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ